അത് തൃശ്ശൂരിൽ ആദ്യത്തെ കൺവെൻഷൻ നടത്താൻ തീരുമാനിച്ചത് ഞാനായിരുന്നു. ഇവിടെയാണ് തൃശ്ശൂരിലാണല്ലോ BJP കേരളത്തിന്റെ ഏറ്റവും വലിയ വിജയം ഈ ലോക്സഭാ ഇലക്ഷനിൽ എല്ലാവർക്കും കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ തൃശ്ശൂർ ജില്ലേൻ്റെ പ്രവർത്തകരും എല്ലാ നേതാക്കൾക്കും ഞാൻ എൻ്റെ പാർട്ടീൻ്റെ ബിഹാഫിലും നാഷണൽ പാർട്ടീൻ്റെ ബിഹാഫിലും സുരേഷ് ഗോപിജീൻ്റെ ബിഹാഫിലും എല്ലാവർക്കും നന്ദി, അഭിനന്ദനങ്ങൾ, ആശംസകൾ. കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. ശക്തൻ തമ്പുരാന്റെ മണ്ണാണ് തൃശ്ശൂർ. വടക്കുംനാഥ ക്ഷേത്രം, പുത്തനപ്പള്ളിയും തൃശ്ശൂരിൻ്റെ ഒരു സ്പിരിച്വാലിറ്റിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഈ വികസിത കേരളം എന്നൊരു മുദ്രാവാക്യം മാത്രമല്ല, BJP കേരളയുടെ ദൗത്യം, ഒരു ലക്ഷ്യം ആയിട്ട് കാണുന്നത് ഒരു കൺവെൻഷനിൽ ഞാൻ വന്ന് മുമ്പോട്ട് വെച്ച് എൻ്റെ മനസ്സിലും എൻ്റെ ചിന്തയും എല്ലാവരോടൊപ്പം ഷെയർ ചെയ്ത് എല്ലാവരുടെയും ഇതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെയും ഒരു റെസ്പോൺസ് കേൾക്കാനാണ് ഈ വികസിത കേരളം കൺവെൻഷൻ്റെ മുഖ്യമായ ഒരു ഉദ്ദേശം, ഒരു ഒബ്ജക്റ്റീവ്. ഈ നാട്ടിൽ, ഈ ഇന്ത്യയിൽ ആരും ഇങ്ങനെയില്ല. എല്ലാ മലയാളിയും എല്ലാവർക്കും അറിയാം, 2014 മുതൽ ഇന്ന് വരെ 11 കൊല്ലം ഇന്ത്യ കൈവരിച്ച വലിയ കുതിപ്പ്, ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. എല്ലാ മലയാളി, നോൺ മലയാളി ആരാണെങ്കിലും പുറത്തു പോകുമ്പോൾ, ഇംഗ്ലണ്ട്, അമേരിക്ക, അവിടെ എല്ലാം പോകുമ്പോൾ ഈ കഴിഞ്ഞ 11 കൊല്ലം ഇന്ത്യയിൽ വന്ന മാറ്റം, നരേന്ദ്രമോദിജി ഇന്ത്യയിൽ കൊണ്ടുവന്ന മാറ്റവും ഇന്ത്യയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിൻ്റെ അധ്വാനവും, ഇതിനെക്കുറിച്ച് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ വലിയ വലിയ ലീഡേഴ്സ് ഇന്ന് അവർക്ക് എത്രയോ സർപ്രൈസ് പറയേണ്ട ഒരു റെസ്പെക്റ്റ്, ബഹുമാനം ഇന്ത്യയോടുണ്ട്. അപ്പോൾ 2014 ഇന്ത്യ അതിനെപ്പറ്റി അതിൻ്റെ കുറിച്ചൊരു ഫ്ലാഷ് ബാക്ക് ചെയ്യുമ്പോൾ, ഓർമ്മിക്കുമ്പോൾ, ഇന്നത്തെ നമ്മുടെ കേരള നാട്ടിൻ്റെ സ്ഥിതി 2014 ഇന്ത്യൻ്റെ സ്ഥിതിയും ഒരു വ്യത്യാസമില്ല. എന്തായിരുന്നു 2014 ഇന്ത്യൻ്റെ സ്ഥിതി? അഴിമതി, 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 വിലക്കയറ്റം, ഏറ്റവും ഇന്ത്യൻ്റെ ഹിസ്റ്ററിയിലെ ഏറ്റവും ഹയസ്റ്റ് വിലക്കയറ്റം, ഇൻഫ്ലേഷൻ, തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെന്റ്. 2014 ഇന്ത്യനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇന്ത്യ ഏറ്റവും ദുർബലമായ 5ാമത്തെ ഇക്കോണമി ആയിട്ട് ലോകത്തിലെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിലും, IMF ആണോ വേൾഡ് ബാങ്ക് ആണോ, അങ്ങനെയായിരുന്നു അവർ കണ്ടിട്ടുണ്ട്. നിക്ഷേപം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞ മാതിരി അൺഎംപ്ലോയ്മെന്റ് റെക്കോർഡ് ഹൈ ആയിരുന്നു. അഴിമതി എന്ന് പറഞ്ഞാൽ ഒരു നോൺ സ്റ്റോപ്പ് അഴിമതിൻ്റെ ഒരു സിസ്റ്റം. പിന്നെ ഭീകരവാദം, ടെററിസം വരുമ്പോൾ ഇന്ത്യൻ്റെ ദുർബലമായ ഒരു റെസ്പോൺസ്. ഇത് ഓർമ്മ വെക്കണം, ആ 26/11 നടന്നപ്പോൾ
അന്നത്തെ UPA സർക്കാർ പറഞ്ഞത് ഇത് പാകിസ്ഥാനി ടെററിസ്റ്റ് ആയിരുന്നില്ല, ഇത് RSS ചെയ്ത ഒരു ടെററിസം ആക്ട് ആയിരുന്നു. ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ആ 10 കൊല്ലം ഇപ്പോ ചരിത്രത്തിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഫ്രേസ് ഉണ്ട്, ദ ലോസ്റ്റ് ഡെക്കേഡ്, നഷ്ടപ്പെട്ട ദശകം. അതിനെ നോക്കുമ്പോൾ ഇന്ന് നമ്മുടെ നാട് കേരളത്തിൻ്റെ സ്ഥിതി നോക്കുമ്പോൾ ഒരു വ്യത്യാസവുമില്ല. കേരള നാടിനെ പറ്റി കേരള നാടിനെ കുറിച്ച് പുറത്തു പോയി ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ എന്താണ് എല്ലാവരും പറഞ്ഞത്? കടയില്ലെങ്കിൽ ഇവിടെ സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആശാ വർക്കേഴ്സ്, KSRTC പെൻഷൻ, സർക്കാർ ഉദ്യോഗസ്ഥന്റെ പെൻഷൻ അത് കൊടുക്കാൻ കാശില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെ രാജ്യത്തിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ഉണ്ടാക്കുന്നത് നരേന്ദ്രമോദിജി ഗവൺമെന്റ്. അത് ഞാനല്ല പറയുന്നത്, അത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അസംബ്ലിയിൽ പറയുന്നു. നിങ്ങൾ ഈ ഹൈവേനെ പറ്റി അതിൻ്റെ ക്രെഡിറ്റ് ഒന്നും എടുക്കാൻ പോണ്ട എന്ന് ആര് പറയുന്നു? ഞാനല്ല പറയുന്നത്, BJP നേതാക്കന്മാരല്ല പറയുന്നത്, ഇത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് സഖാമാരോട് പറഞ്ഞു. ഇത് ചെയ്തതാരാ? നരേന്ദ്രമോദിജി, നിതിൻ ഗഡ്കരി. അപ്പോൾ 2014 ഇന്ത്യയും 2025-26 കേരളം ഒരു വ്യത്യാസവുമില്ല. അവിടെ 2014 നരേന്ദ്രമോദിജി വന്നു, BJP NDA സർക്കാർ ജനങ്ങളെ വിശ്വസിച്ചിട്ട് ഒരു മാൻഡേറ്റ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മാറ്റം അവിടെ തുടങ്ങി. അവിടെ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ തുടങ്ങി, ഇന്ത്യ മാറി. ഇന്ത്യ ഇന്ന് 5ാമത്തെ ദുർബലമായ ഇക്കോണമിയിൽ നിന്ന് ഇന്ന് 3ാം നമ്പർ 4ാം നമ്പറിന്റെ ഇക്കോണമി ആവുന്നു. ആ മാറ്റം ഇന്ത്യയിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടു. അവര് നരേന്ദ്രമോദിജിക്ക് ഒരു മാൻഡേറ്റ് കൊടുത്തു. അദ്ദേഹം ആ മാറ്റം അവർക്ക് കൊടുത്തു. അതേ സമാനം നമുക്ക് ഈ കേരള നാട്ടിൽ മാറ്റം വേണം. ഇത് ജനങ്ങൾ പറയുന്നതാണ്. നമ്മുടെ നാടും ഇവിടുന്ന് 500 കിലോമീറ്റർ ദൂരെ നരേന്ദ്രമോദിജിന്റെ പോളിസിന്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ട് വലിയ ഈ ലോകത്തിലെ ഒരു കമ്പനി ഇല്ല ഇന്ന് ഇന്ത്യയിൽ ഫാക്ടറി ഉണ്ടാക്കാത്തൊരു കമ്പനി. ഇവിടെ R&D സെന്റേഴ്സ്, ലോകത്തിന്റെ വലിയ കമ്പനീസ് R&D സെന്റേഴ്സ് സെറ്റപ്പ് ചെയ്യുന്നു, ഫാക്ടറി സെറ്റപ്പ് ചെയ്യുന്നു. ആപ്പിൾ ആണെങ്കിൽ ഇവിടെ 20% അവരുടെ ഗ്ലോബൽ പ്രൊഡക്ഷൻ ഇന്ത്യയിലെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നു. ഇവിടുന്ന് 500 കിലോമീറ്റർ ദൂരെ തമിഴ്നാട്ടിൽ ഞാൻ മിനിസ്റ്റർ ആകുമ്പോൾ സാങ്ഷൻ ചെയ്ത് ഇവിടുന്ന് 600 കിലോമീറ്റർ ദൂരെ കർണാടകയിലും വലിയ ഫാക്ടറീസ് വന്ന് കോടിക്കണക്കിന് നിക്ഷേപവും തൊഴിലും ആയിരക്കണക്കിന് തൊഴിലും അവിടെ ക്രിയേറ്റ് ആവുന്നു. എന്നാൽ എന്താണ് ഇത് കേരളയിൽ വരാത്തത്? എന്താണ് ഈ നിക്ഷേപം ഇവിടെ വരാത്തത്? എന്താണ് ഈ ആ തൊഴിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാത്തത്? അതാണ് ജനങ്ങൾ വേണ്ട ഒരു മാറ്റം. ആ ജനങ്ങൾ പറയുന്നു, ഇത് വികസിത് ഭാരത് ഉണ്ടാവുമ്പോൾ വികസിത് കേരളയും ഉണ്ടാക്കണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രം. ഈ കേരള നാട്ടിൽ 3 പൊളിറ്റിക്കൽ ഫോർമേഷൻസ് ഉണ്ട്. ഒന്ന് കോൺഗ്രസ്, രണ്ടാമത്തേത് CPM, മൂന്നാമത്തേത് BJP NDA. ആരാണ് ഈ നാട്ടിൽ മാറ്റം കൊണ്ടുവരാനുള്ള കഴിവുള്ള ഒരു മുന്നണി? ഇതിലൊരു സംശയമില്ല. ഈ നമ്മുടെ നാട്ടിൻ്റെ സാധ്യത യാഥാർത്ഥ്യമാക്കാൻ, നമ്മുടെ യുവാക്കൾക്ക് അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഏത് പാർട്ടിക്കാണ് കഴിവ്? അതിന് അങ്ങനെ വലിയൊരു റിസർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 10 കൊല്ലം ജനങ്ങൾ നരേന്ദ്രമോദിജിനെ വിശ്വസിച്ചിട്ട് മാൻഡേറ്റ് കൊടുത്തപ്പോൾ നരേന്ദ്രമോദിജി ചെയ്ത അധ്വാനവും അതിൻ്റെ ഫലവും ജനങ്ങൾക്ക് കാണാനുണ്ട്. അതേ സമയത്ത് ഈ 67-70 കൊല്ലം ലെഫ്റ്റിനും കോൺഗ്രസിനും കൊടുത്ത അവസരങ്ങൾ അവരെന്ത് ചെയ്തു? ഇതല്ല ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കോർ വാല്യൂ.
ആരാണ് ജനങ്ങൾക്ക് പ്രവർത്തിക്കുന്നത്? ആരാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്? ഏത് പാർട്ടിയാണ്? ആരാണ് വാഗ്ദാനം കൊടുത്ത് ഓടുന്നത്? ആരാണ് വാഗ്ദാനം കൊടുത്ത് വാക്ക് പാലിക്കുന്നത്? അപ്പോൾ പറയാനുള്ളത് ഇതാണ്. ഈ മാറ്റം BJP NDA മാത്രമേ കേരളത്തിൽ കൊണ്ടുവരാനുള്ള കഴിവ് BJP NDAക്ക് മാത്രമേ ഉള്ളൂ. ഇത് നമ്മളെല്ലാവരും ജനങ്ങൾ വീട് വീട് കയറിയിട്ട് ഈ വികസന സന്ദേശം ജനങ്ങളോടൊപ്പം എത്തിക്കണം. ഈ ലെഫ്റ്റും കോൺഗ്രസും അവരുടെ ഈ വിഷവും നുണയും വാഗ്ദാനത്തിൻ്റെ രാഷ്ട്രീയത്തിന് നമ്മൾ എക്സ്പോസ് ചെയ്യണം. ജനങ്ങൾക്കൊരു മാറ്റം വേണം, ഒരു പുതിയ കേരളം വേണം. അതൊരു ബസ്സിൽ കയറി നവകേരള സദസ് എന്ന് പറഞ്ഞ കേരളമല്ല. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 9 കൊല്ലം ആഘോഷിക്കാൻ 100 കോടി ചെലവാക്കുന്നത് ഞാൻ മീഡിയയിൽ കണ്ടു. എന്ത് ആഘോഷം? ഒരു ആശാ വർക്കർ 232 രൂപേൻ്റെ ശമ്പളമുള്ള ആശാ വർക്കേഴ്സ് 100 രൂപ ചോദിക്കുമ്പോൾ അത് തരില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് ഇന്ന് ആഘോഷിക്കുന്നത്. തീരദേശത്തെ ഞാൻ ഇന്നലെയും പോയി, ഈസ്റ്റർ ദിവസം, തീരദേശത്തെ കടലാക്രമണത്തിന് ഒരു സീ വാൾ ഒരു 40-100 കോടിയുടെ സാങ്ഷൻ ചെയ്യാൻ പറ്റാത്തൊരു മുഖ്യമന്ത്രിയാണ് ഇന്ന് ആഘോഷിക്കുന്നത്. കടം വാങ്ങാണ്ട് മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സർക്കാരാണ് ഇന്ന് 100 കോടി ചെലവാക്കിയിട്ട് ആഘോഷിക്കുന്നത്. എന്തിൻ്റെ ആഘോഷം? 610 ജനങ്ങൾ, കുടുംബങ്ങൾ മുനമ്പത്ത് 35 കൊല്ലമായിട്ട് അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാണ്ട് ഈ കോൺഗ്രസും ലെഫ്റ്റും അവരെ വിഡ്ഢിയാക്കി വാഗ്ദാനം കൊടുത്തിട്ട് നരേന്ദ്രമോദിജിയാണ് വഖഫ് ബിൽ അമെൻമെന്റ് ആക്ട് കൊണ്ടുവന്നത്. എന്ത് ആഘോഷം? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ നാട്ടിൽ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ ഇത് നമ്മുടെ കടമ, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ദൗത്യമായിട്ട് കാണണം. 4 കോടി മലയാളിയുടെ വികസനം, ക്ഷേമം BJPന്റെ ലക്ഷ്യമായിട്ട് കാണണം. ഇത് ഇവിടെ ഇങ്ങനൊരു മാറ്റം ചെയ്യാനൊരു കഴിവുള്ള പാർട്ടി BJP NDA മാത്രമേ ഉള്ളൂ. കാര്യം നടക്കണം, പരിശ്രമം ഉറപ്പാക്കണം. ഇനി വരുന്ന മാസത്തിൽ നമുക്ക് എത്രയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനെക്കുറിച്ച് MT രമേശ്ജിയും ശോഭാജിയും മറ്റേ ജസ്റ്റിൻ ജേക്കബ്ജിയും എല്ലാവരും സംസാരിക്കും. എനിക്ക് അവസാനത്തിൽ പറയാൻ ഒരു കാര്യമുണ്ട്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം BJP NDA മാത്രം ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു അഭ്യർത്ഥന, ഇവിടെ വന്ന എല്ലാ പ്രവർത്തകരും ജനങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുക. എൻ്റെ ചുമതല, എനിക്ക് പാർട്ടി തന്ന ചുമതല, ഈ വികസിത കേരളത്തിന് വേണ്ടി പാർട്ടീനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ആത്മാർത്ഥമായ പ്രവർത്തിക്കുന്നവരെ നേതാവാക്കാനാണ് ഞാൻ എൻ്റെ ചുമതല ആയി കാണുന്നത്. ഞാൻ നേതാവാകാനല്ല വന്നിരിക്കുന്നത്, നേതാവ് ഉണ്ടാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിൽ വെക്കണം. നമുക്കെല്ലാവർക്കും ഒരു വികസിത് കേരളം സൃഷ്ടിക്കണം. അത് നമ്മുടെ ദൗത്യമാണ്, ലക്ഷ്യമാണ്, ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഒരു കടമയുമാണ്. അങ്ങനെ കാണണം, മാറ്റം കൊണ്ടുവരണം, വികസിത് കേരളം ഉണ്ടാക്കണം. ഇനി മാറാത്തത് ഇനി മാറണം എന്ന് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി.